നമസ്കാരം, ഞാൻ എം ജി പ്രതീഷ്. ഓൺ മീ ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേഡ് ബൈ ARMC. രഹസ്യം പരസ്യമാകുന്നു. സോളാർ കേസിൽ ലൈംഗിക പീഡനം നടന്നതായി സരിത മൊഴി നൽകിയിട്ടില്ലെന്ന് കോടതി ജീവനക്കാർ. കോടതി ക്ലാർക്കും ശിരസ്താദറും മൊഴി നൽകിയത് സോളാർ ജുഡീഷ്യൽ കമ്മീഷന് മുൻപാകെ. മന്ത്രിമാരടക്കം ആരുടെയും പേര് സരിത പറഞ്ഞിട്ടില്ല. ജീവന് ഭീഷണിയുണ്ടെന്ന് മൊഴി നൽകിയിട്ടുണ്ട്. ആരും പീഡിപ്പിച്ചിട്ടില്ലെന്നും സരിത. സോളാർ കേസിൽ നിർണായകമായ സരിതയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താത്ത മജിസ്ട്രേറ്റിനെതിരെ കേസെടുക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചത് കഴിഞ്ഞ ദിവസം. സരിത എഴുതിയ കത്തിൽ കോൺഗ്രസ് മന്ത്രിമാരടക്കം നിരവധി പ്രമുഖരുടെ പേരുകൾ. കത്ത് കമ്മീഷൻ പിടിച്ചെടുക്കണമെന്ന് ആവശ്യം. നയത്തിൽ പാർട്ടിക്ക് മാറ്റം. രാഷ്ട്രീയ അടവുനയ രേഖയ്ക്ക് CPM പാർട്ടി കോൺഗ്രസിൽ അംഗീകാരം. രേഖയിൽ 3 ഭേദഗതികൾ. 21ാം പാർട്ടി കോൺഗ്രസ് വിശാഖപട്ടണത്ത് തുടരുന്നു. സംസ്ഥാനങ്ങളിലെ സാഹചര്യമനുസരിച്ച് മുന്നണി വിപുലീകരിക്കാമെന്ന് പ്രകാശ് കാരാട്ട്. അടവുനയത്തിൽ സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമെന്ന കേരള പ്രതിനിധികളുടെ ആവശ്യത്തിന് തത്വത്തിൽ അംഗീകാരം. ഭൂമി ഏറ്റെടുക്കൽ ബില്ലിൽ പാർട്ടി പ്രമേയത്തിൽ മാറ്റം വരുത്തണമെന്ന് VS. പ്രമേയത്തിലെ തെറ്റ് ചൂണ്ടിക്കാട്ടിയ VSന്റെ കുറിപ്പ്. ദേശീയ തലത്തിൽ ഒന്നിച്ച ജനതാദളുകൾ കേരളത്തിലെ ഇടതുമുന്നണിക്കൊപ്പം നിൽക്കണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. RSP തെറ്റുതിരുത്തി LDFനൊപ്പം ചേരണമെന്നും കോടിയേരി. രാഹുലിന്റെ ഘർ വാപ്പസി. കാത്തിരിപ്പിന് അവസാനം. നായകൻ തിരിച്ചെത്തി. കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഡൽഹിയിൽ മടങ്ങിയെത്തിയത് 2 മാസം നീണ്ട രാഷ്ട്രീയ വനവാസത്തിന് ശേഷം. തായ് എയർലൈൻസ് വിമാനത്തിൽ ഡൽഹിയിലെത്തിയത് ഇന്ന് രാവിലെ 11:15. ബാങ്കോക്കിൽ അവധിക്കാലം ചെലവഴിച്ച രാഹുലിന്റെ നടപടിയിൽ ദുരൂഹത മാറുന്നില്ല. സോണിയാഗാന്ധിയും പ്രിയങ്കയും രാഹുലിന്റെ വസതിയിൽ. തിരിച്ചെത്തിയത് 57 ദിവസം നീണ്ട അവധി കഴിഞ്ഞ്. പാർലമെന്റ് സമ്മേളനത്തിനിടെ 2 ആഴ്ചത്തേക്കെന്ന പേരിൽ അവധിയെടുത്തത് ഫെബ്രുവരി 20-ന്. ഞായറാഴ്ച രാംലീല മൈതാനത്ത് നടക്കുന്ന കർഷക റാലിക്ക് രാഹുൽ നേതൃത്വം നൽകുമെന്ന് കോൺഗ്രസ്. മടങ്ങിയെത്തിയ രാഹുലിനെ കാത്തിരിക്കുന്നത് നിരവധി കടമ്പകൾ. നൈരാശ്യത്തിന് രക്തക്കൊതി. പ്രണയം നിരസിച്ച പെൺകുട്ടിയെ കാറിടിച്ചു കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതി പിടിയിൽ. തമിഴ്നാട്ടിലെ പഴനിയിൽ നിന്ന് പിടിയിലായത് തൃശൂർ ചേനം പുതുപ്പള്ളി സ്വദേശി ഷിബിനും പിതാവ് സുരേന്ദ്രനും. തൃശൂർ അരുമ്പൂരിൽ പെൺകുട്ടിയെ കാറിടിച്ചു കൊല്ലാൻ ശ്രമിച്ചത് ചൊവ്വാഴ്ച രാവിലെ. പെൺകുട്ടിയെ രക്ഷിക്കാൻ ശ്രമിച്ചവർക്ക് നേരെയും കാർ ഓടിച്ചു കയറ്റി. പെൺകുട്ടിയുടെയും രക്ഷിക്കാൻ ശ്രമിച്ച 3 പേരുടെയും നില ഗുരുതരം. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ ഷിബിനും പിതാവ് സുരേന്ദ്രനും പിടിയിലായത് ഇന്നലെ രാത്രി. പ്രതിയെ രക്ഷപ്പെടാൻ സഹായിച്ചതിന് സുരേന്ദ്രനെതിരെയും കേസ്. ഷിബിൻ പെൺകുട്ടിയുമായി 5 വർഷമായി പ്രണയത്തിലായിരുന്നുവെന്ന് പോലീസ്. പ്രണയം നിരസിച്ച സംഭവത്തിൽ നേരത്തെ കാറിൽ കയറ്റി കുത്തിക്കൊല്ലാൻ ശ്രമം നടന്നിരുന്നതായും പ്രതിയുടെ മൊഴി. ഓൺ മീ ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ കൗമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.